ഗൈസ്, ഇത് നമ്മുടെ യൂട്യൂബത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്തിടണം എന്നറിയാത്തത് കൊണ്ടും കഴിഞ്ഞ ഇൻസ്റ്റഗ്രാമത്തെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടപ്പോൾ ആരോടും പറയാതെ അത് 400 ചില്ലാനം പേര് കണ്ടതുകൊണ്ടും നമ്മൾ കരുതി യൂട്യൂബിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഞാനിന്ന് വന്നിട്ട് വേറൊന്നുമല്ല, പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ. സോ ഞാനിപ്പോൾ കരുതി നമുക്ക് എൻ്റെ റൂമും പിന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. സോ വീഡിയോ നമുക്ക് ഫുള്ള് കാണാം, നമുക്കൊരു ഹോം ടൂർ വീഡിയോ ചെയ്യാം. സോ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ. സോ ഇന്ന് വെള്ളിയാഴ്ചയാണ്. സോ പള്ളിയിൽ പോയി വന്നു, അത് കഴിഞ്ഞ് നമ്മളെ നമ്മളൊപ്പല്ലോ കഴിഞ്ഞപ്പോൾ വരും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോണ വേറൊന്നുമല്ല, ഇതാണ് നമ്മളെ എല്ലാം. അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും ഇവിടെയാണ്, ഞങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുന്നതും ഇവിടെയാണ്. പിന്നെ ഞങ്ങളെ TV വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ഇരിക്കുന്നതെല്ലാം വർത്തമാനം പറയണൊക്കെ സ്ഥലം. ഭക്ഷണം കഴിക്കൽ ഇവിടെയാണ്. മജ്ലിസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ്. പിന്നെ ചില ടൈമിൽ ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങാറ്, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ല അടിപൊളി മിററാണ്, ഞാനധികം ഒരുങ്ങാറൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഹാളെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വരുന്നൊരു ബാത്റൂമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീനായ ഒരു ബാത്റൂമാണ്. നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ എല്ലാ പരിപാടികളും നടത്തുന്ന നമ്മുടെ സ്വന്തം കിച്ചണാണ്. ഈ കിച്ചൺ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ മസാലകളൊന്നും കാണാൻ പറ്റില്ല, അതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഈ 2 ചെമ്പുകൾ ഇപ്പോൾ എടുക്കാറില്ല, അത് നമ്മൾ കമ്പനിത്തെ എല്ലാവരും കൂടുന്ന ദിവസം മാത്രം എടുക്കുന്ന 2 ചെമ്പാണ്. പിന്നെ ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച് രാത്രി എപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും, പിന്നെ രാത്രി നമ്മളെപ്പോൾ ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഫ്രൂട്ട്സ് നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്ന പാത്രമാണിത്. പിന്നെ അതുപോലുള്ളതാണ് ഇത് പിന്നെ കുറേ പേരൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ പ്ലേറ്റുകൾ അങ്ങനെ നമ്മൾ പ്ലേറ്റിലല്ല കഴിക്കുക, നമ്മൾ ഒരൊറ്റ ഇതിലിടും, എന്നിട്ട് എല്ലാവരും കൂടി അതിന് കഴിക്കുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ അല്ലേ. ഇപ്പം ഉച്ചയ്ക്ക് കഴിക്കാറും വല്ല വെണ്ടയ്ക്ക് എന്തെങ്കിലും കഴിക്കാറും. യെസ്, ഞാൻ പറഞ്ഞില്ലേ, വെണ്ടയ്ക്ക് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ നമ്മളെ സാധാരണ ഗതിയിൽ ആൾക്കാരുകൾ ജീവിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ തരുന്നത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഒന്നുണ്ട്, അതായത് ഞങ്ങൾ വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കണ്ട വെക്കാനല്ലേ ഇവിടെ ഒറ്റ വിളിയാണല്ലേ. അപ്പോൾ വന്നൊന്ന് വരും, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചോദിക്കും, പനി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വളം കൊണ്ടുവരും, മലയാളി ചിക്കനാണ്. പിന്നെ ഇവിടെ ഉള്ളത് മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിലുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, ഇത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂലത്. അതായത് ഡെയിലി ആടിക്കാറ് ഇവിടെ, ആട് ബീഫ് ഇതിപ്പോൾ ഓരോ കിലോയുടെ ഓരോ കവറാക്കി വെക്കും. അതായത് ഒരു ദിവസം 2 നേരം അങ്ങനെ. പിന്നെ അടിയിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വെള്ള കാര്യങ്ങളൊക്കെ തന്നെ കയറും. പിന്നെ ഇവിടെ മെയിൻ, അതായത് ഇവർ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഫുള്ള് തക്കാളി ഇടും. അതായത് 2 തക്കാളി വേണ്ടി കൊടുത്ത് പോലെ ഇടുക, ഒരു 5-6 തക്കാളി ഇടും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കളറും കിട്ടും, ഒതൻറ്റിക്ക് അതിൻ്റെ കളറും കിട്ടും, പിന്നെ അതുപോലെ തന്നെ ആ ടേസ്റ്റും കിട്ടും. പിന്നെ ഇവിടെ ഉള്ളതാണ് ഞങ്ങളെ ബോസിൻ്റെ റൂമിൽ വല്ലാതെ ആരും കയറാറില്ല, ഇതിങ്ങനെ സെറ്റപ്പാണ്. പിന്നെ നമ്മൾ വരുന്നത് ഇതെല്ലാം നമ്മളുടെ റൂമാണ്. അതായത് നമ്മളുടെ റൂം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കട്ടിൽ, തൽക്കാലം ഇതാണ് എൻ്റെ കട്ടിൽ. എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല കാരണം വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെയാണ് ഇതുള്ള സാധനങ്ങൾ. പിന്നെ മൊത്തത്തിൽ ഇതാ ഒന്നിൻ്റെ ഒരു ഫോണ്, എൻ്റെ 2 വാച്ച്, എൻ്റെ എയർപോഡ്, പേസ്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടില്ലൊക്കെ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിൽ ഉപയോഗിക്കണം. സ്പ്രേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സെറ്റപ്പാണ്. പിന്നെ ഇത് ഒരു AC ഇതാണ്. ഇതൊക്കെ അലങ്കോലമായി കിടക്കും, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നേരാക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നിങ്ങൾ മൊത്തം 4 പേരാണ് ഉള്ളത്, ഒരാൾ നാട്ടിൽ പോയിക്കണേ, പാകിസ്ഥാൻ പോയിക്കണേ. സോ ഇതാണ് നമ്മളെ മൊത്തത്തിൽ ടോട്ടലായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട്, അതിലാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.
ആ പാത്രം ഇപ്പോൾ കാശാണ്. അതാണ് ഈ പാത്രം. സെറ്റപ്പാണ്, ഫുൾ സെറ്റപ്പാണ്, എല്ലാവരുടെ ഉണ്ട്. ഓക്കെ, ഫുൾ സെറ്റപ്പാണ്, ഫുൾ അടിപൊളിയാണ്. നമുക്ക് ചക്കന്മാരെത്തിക്കണം ചോദിച്ചോ. क्या इधर देखो, हाय बोलो. कौन है भाई? तुम्हारा नाम बोलो. My name is Naman. नमान from പാകിസ്ഥാൻ. ഇതാണ് നമ്മളെ നൊമാൻ ഭായി. പിന്നെ നിങ്ങൾ ഉത്തരം കണ്ടില്ലേ, ഓനാണ് നമ്മളെ കുഞ്ഞോൻ. കാരണം ഓൻ കുഞ്ഞാണ്, ഓൻ അങ്ങനെ വീഡിയോയിൽ വരില്ല, ഓനെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് വീഡിയോയിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഓനെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൻ ഇവിടെ നിൽക്കണോണ്ട്. എൻ്റെ കജ്ജൊന്ന് കാണിച്ചു കൊടുത്ത. കജ്ജ് കൈ 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 കഴിഞ്ഞ ദിവസം കുക്കർമ കളിച്ചതാണ്, അത് പാളി. അത് പാളിയിട്ട് ചെറുങ്ങനെ ഒന്ന് പൊള്ളി. പാവാണ്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരി കജ്ജോണ്ടാണ്. ഇപ്പോൾ റെസ്റ്റാണ്, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. സോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇവിടെ മൊത്തത്തിൽ സെറ്റാണ്, വൈബാണ്. പിന്നെ നമ്മളെ ഫുള്ള് ചെക്കന്മാർ അടിപൊളിയാണ്. പിന്നെ രണ്ടുപേരും കൂടി വരാണ്ട് പോലെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം പോലെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. സോ ഈ വീഡിയോ ഇതുവരെ കണ്ടു തീർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷം, ഹാപ്പി. സോ അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സെറ്റപ്പ് ആക്കി തരുന്നുണ്ട്. ശരി, താങ്ക് യു. ഇത് നമ്മളെ വെള്ളിയാഴ്ചത്തെ ഫുഡാണ്. അല്ല ഹായ് പോലോ, അല്ല ഹായ് പോലോ. നമ്മളെ വെള്ളിയാഴ്ചത്തെ നമുക്ക് വെണ്ടക്ക, റൊട്ടി, ഇതാണ് നമ്മളെ മെയിൻ മെയിൻ. സോ ഞാൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കാട്ടി, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമിൽ കിട്ടും.